അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസത്തെ തിരക്കേറിയ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബ്രെഡ് ട്യൂബിയുടെ ചെറിയൊരു പരിപാടിയാണ്. അതിന് കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. നമ്മളെ ഫാമിലി പെട്ട തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കേക്കായിട്ട് അങ്ങോട്ട് പോയും വേണം, അതിലൊന്ന് പങ്കെടുത്തിട്ട് തിരിച്ചു വരും വേണം. അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റ് കേക്കാണ് പറഞ്ഞിട്ടുള്ളത്, 6 കപ്പ് കേക്കും. അപ്പോൾ അതിവിടെ റെഡിയാക്കി ബോക്സിലാക്കി വെച്ചിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിൽ വെച്ചിട്ടാണ് ബ്രെഡ് ട്യൂബിയുടെ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ രാവിലെ 8 മണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിലേക്ക്. ഞങ്ങൾ 8 മണിക്ക് എത്തിയിട്ടുണ്ട്. ബ്രൈഡൊന്നും കൊണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതവിടെ സ്കൂൾ പിള്ളേരാ തോന്നുന്നു, അവരെ കോച്ചും ഒക്കെ വന്നിട്ട് ഓട്ടം ചാട്ടം അങ്ങനെ സ്പോർട്സിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബ്രൈഡും സിസ്റ്റേഴ്സും അവരെ കസിൻസും എല്ലാം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാറ്റാടി മരങ്ങളെ ഇടയിലായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കുന്നുണ്ട്. തുണിയൊക്കെ വിരിച്ച് അതിൽ നമ്മൾ കൊണ്ടുവന്ന കേക്കും അതുപോലെ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ചെറിയൊരു 1/2 കിലോയുടെ കേക്ക് വൈകുന്നേരം കൊടുക്കേണ്ടതുണ്ട്. വെഡിങ് ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം 40 ദിവസം പ്രസവിച്ച 40ൻ്റെ അന്നത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. തീം കേക്കാണ്, ഫോണ്ടൻറ്റ് വർക്കൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ്. 1/2 കിലോയുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. മറ്റേ കേക്ക് ചോക്ലേറ്റ് ട്രഫിളാണ്. അപ്പോൾ അതിനുള്ള ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ച് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നട്ട്സ് ഇട്ടിട്ട് അടുത്ത സ്പഞ്ച് വെച്ചിട്ട് അത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കേക്കിനെ എടുത്തിട്ട് ഓഫ് വൈറ്റ് കളറിൽ ക്രീം ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫോണ്ടൻറ്റ് വർക്കുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്ക് തീർക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞാനും മോളും കൂടെ കുന്നംകുളം BBC കേക്ക് സ്റ്റോറിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് കൂടുമ്പോഴൊക്കെ ഒന്ന് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വരാറുണ്ട്. കാരണം അവിടെ കുറച്ച് റേറ്റ് കുറവുണ്ട്. അപ്പോൾ കാറൊക്കെ ആയിട്ട് പോയാൽ അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. മാഷാ അല്ലാഹ്, നമുക്ക് നല്ല തൃപ്തിയാണ് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ. പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടുള്ളത്, ടോപ്പേഴ്സിന് നമുക്ക് അവിടെ ഒരു സെലക്ഷൻ കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഫ്ലവേഴ്സിനൊക്കെ നല്ല റേറ്റ് കുറവാണ് അവിടെ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി. കുറച്ച് കേക്ക് ബോർഡ്, അതുപോലെ ബോക്സുകൾ, പിന്നെ വനില എസൻസ്, പിന്നെ കുറച്ച് ടോപ്പേഴ്സ്, പിന്നെ ഒരു 4-5 പാക്കറ്റ് ക്രീം, ഫോണ്ടൻറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ചെറിയൊരു 1/2 കിലോയുടെ കേക്കും കൂടെ ഉണ്ടാക്കണം. ഓർഡറൊന്നുമല്ല, നമ്മൾ അമ്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം. അപ്പോൾ അവൾ കുറേ ആയി പറയുന്നു 5 വയസ്സിലെ ബർത്ത്ഡേക്ക് ബീച്ചിൽ കൊണ്ടുവച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കിയിട്ട് മന്നലാവുന്ന ബീച്ചിൽ പോയിട്ട് അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ തലേ ദിവസം കല്യാണത്തിന് പോകണം, മാറഞ്ചേരിയിലാണ്. അപ്പോൾ ഈ ബീച്ചിൽ നിന്ന് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നേരെ കല്യാണ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളൊരു 5 മണിയോട് കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്നൂസിൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ ചുറ്റുഭാഗത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കേക്ക് കൊടുത്തിട്ട് ഞങ്ങളും ഓരോ പീസൊക്കെ കഴിച്ചിട്ട് 1/2 കിലോയുടെ കേക്ക് അപ്പോൾ തന്നെ ഫിനിഷ് ആക്കി. കാരണം പിന്നെ കല്യാണ വീട്ടിലേക്കല്ലേ പോണത്, പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അയൽവാസികൾക്കൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. സാധാരണ ഉള്ള ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിച്ചിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതിനിപ്പോൾ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എറണാകുളം പോവുകയാണ്. രണ്ടാമത്തെ മോൾക്ക് അൽഹംദുലില്ലാഹ് ചെറിയൊരു ജോലിയും ട്രെയിനിങ്ങും കൂടെ ശരിയായിട്ടുണ്ട്. അറബിക്ക് ടൈപ്പിംഗ് ആൻഡ് ട്രാൻസ്ലേഷനാണ് അവൾ പഠിച്ചത്. അതിനോടനുബന്ധിച്ച ജോലിയാണ് ശരിയായിട്ടുള്ളത്. സേഹ ഗാർഡൻ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ എറണാകുളം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, 12 മണിക്ക് ഇറങ്ങിയതാണ്. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അമൃത ഹോസ്പിറ്റൽ കാണാട്ടോ. തൊട്ടടുത്ത് തന്നെ റെയിൽപാളമുണ്ട്, ട്രെയിനൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഞാനും മോളും പിന്നെ ബ്രദറും വൈഫും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞങ്ങളിത് അവളെ ഹോസ്റ്റലിലൊക്കെ ആക്കിയിട്ട് തിരിച്ച് പോരുകയാണ്. നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ. എടപ്പള്ളി പള്ളിപ്പെരുന്നാളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ തിരക്കും ബ്ലോക്കും ഒക്കെ കാണുന്നുണ്ട്. വളരെ പതുക്കെയാണ് വണ്ടി നീങ്ങാൻ പറ്റുന്നുള്ളൂ. കുറച്ച് വണ്ടി ഓടിയാൽ പിന്നെ കുറേ നേരം നിൽക്കേണ്ടി വന്നൊരവസ്ഥയായിരുന്നു. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സുൽത്താൻ വീട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ടേബിളിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ മനസ്സിലായി നല്ല തിരക്ക് വന്നത് വേറെ ഒന്നല്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ചപ്പാത്തിയും ബീഫ് കുറുമ വെജിറ്റബിൾ ഫ്രൈഡ് റൈസൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ലൈം ജ്യൂസ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. സാദാ ചോറും കറികളും. അത് വിളമ്പി കൊടുന്ന് വെച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാലി പ്ലേറ്റാണ് വീഡിയോ എടുത്തത്. ഞാൻ നല്ല വിശപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ പിന്നെ വേഗം കഴിക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് നല്ല ഭക്ഷണം തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ദിവസത്തെ തിരക്കേറിയ വിശേഷങ്ങൾ. നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് 2 ദിവസമായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.